കുസൃതിക്കുരുന്നായ തമ്പു അങ്ങനെ കാടിന്റെ പൊന്നോമനയായി വളരുകയാണ്. ആനക്കൂട്ടത്തിന് മാത്രമല്ല, കാട്ടിലെ ഓരോ ജീവികൾക്കും കുംഭകുലുക്കിയുള്ള തമ്പുവിന്റെ ഓട്ടം വലിയ ഇഷ്ടമാണ്. ഒരിക്കലും അടങ്ങിയിരിക്കാത്ത അവന്റെ തുമ്പിക്കൈ ഇളക്കിയുള്ള വർത്തമാനം ഓരോ ജീവികളെയും സന്തോഷിപ്പിക്കുമായിരുന്നു. രാവിലെ സൂര്യൻ ഉദിക്കുന്ന സമയമാണ് തമ്പുവിന് ഏറ്റവും ഇഷ്ടം. ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ട കാടേ എന്നുറക്കെ വിളിച്ച് അവൻ പക്ഷികളെയും മാനുകളെയും കുരങ്ങുകളെയും ഉണർത്തും. ഇത് കണ്ട് വയസ്സനാമയായ കുപ്പു ചോടിച്ചു പറയും, ഒന്ന് ഒച്ച വെക്കാതെ ഇരി ചെറുക്ക, എല്ലാവർക്കും ഇങ്ങനെ ബഹളം ഇഷ്ടമൊന്നുമല്ല. എന്നിട്ട് ഉള്ളിൽ കുപ്പു ചിരിക്കും. ഒരു ദിവസം തമ്പുവിന് ഒരു വലിയ ആഗ്രഹം തോന്നി. കാട്ടിലെ ഏറ്റവും വേഗമുള്ള ജീവി ഞാനായാലോ? ചീറ്റപ്പുലികൾക്ക് മാത്രമുള്ള ആ ഓട്ടക്കാരൻ എന്ന പേര് എനിക്കും വേണം. അങ്ങനെ തമ്പു ഓടിത്തുടങ്ങി. തമ്പുവിന്റെ ഓട്ടത്തിൽ കാടൊന്നു കുലുങ്ങി. മയിലുകൾ പേടിച്ചു പറന്നു. കൂട്ടുകാരന്റെ ഓട്ടം കണ്ട കുരങ്ങുകൾ കൈയടിച്ചു. പക്ഷേ പെട്ടെന്ന് നനഞ്ഞ ഇലകളിൽ കാലിടറി തമ്പു നേരെ ചെളിക്കുളത്തിലേക്ക് വീണു. ചെളിയിൽ തമ്പു ഒരു ചോക്ലേറ്റ് ആനയെ പോലെ തോന്നി. എന്നാൽ തമ്പു ഉണ്ടോ കരയുന്നു? കരയാതെ തമ്പു ഉറക്കെ ചിരിച്ചു. തമ്പുവിന്റെ ചിരി കണ്ട് കുളത്തിലെ തവളകൾ പൊട്ടിച്ചിരിച്ചു. കുരങ്ങുകൾ ഓടി വന്നു. ശബ്ദം കേട്ട് മാനുകളും അടുത്തേക്ക് വന്നു നോക്കി. അപ്പോഴതാ അടുത്തുള്ള നദിക്കരയിൽ നിറയെ വർണ്ണശലഭങ്ങളെ തമ്പു കണ്ടു. അവയെ പിടിക്കാൻ തുമ്പിക്കൈ വീശി ചുറ്റിത്തിരിഞ്ഞ് ചാടി എഴുന്നേറ്റ് തമ്പു നിന്നു. ചെളിയുള്ള കാലുകളല്ലേ, ഒന്ന് ചെറുതായി തെന്നി കായ്ച്ചു നിന്ന മാവിൽ ഒന്ന് കുമ്പ തട്ടി. അപ്പോഴതാ മാമ്പഴം മുകളിൽ നിന്നും മഴ പോലെ താഴേക്ക് വീണു തുടങ്ങി. കാട്ടിലാകെ ചിരി പടർന്നു. കുരങ്ങുകൾക്കും പക്ഷികൾക്കും കുപ്പുവിനും വരെ അവൻ മാമ്പഴങ്ങൾ പങ്കിട്ടു. നീ അല്പം ബഹളമാണെങ്കിലും നല്ല മനസ്സുള്ളവനാണ് എന്ന് കുപ്പു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സൂര്യൻ അസ്തമിക്കാറായപ്പോൾ ആകാശത്ത് കറുത്ത മേഘങ്ങൾ കറങ്ങി നടക്കാൻ തുടങ്ങി. മഴക്കോളും ഉണ്ടായിരുന്നു. ഇടിമുഴക്കം കേട്ടപ്പോൾ തമ്പുവിന് ചെറുതായൊന്ന് പേടി തോന്നി. അവൻ അമ്മയാനയുടെ അടുത്തേക്ക് ഓടിപ്പോയി. അമ്മ അവനെ സ്നേഹത്തോടെ തുമ്പിക്കൈ കൊണ്ട് ചുറ്റിപ്പിടിച്ചു. മോനെ തമ്പു, ധൈര്യം എന്നത് പേടിയില്ലാത്ത അവസ്ഥയല്ല. പേടിപ്പെടുത്തുന്ന സന്ദർഭങ്ങളിൽ സുരക്ഷിതമായ ഇടം കണ്ടെത്താനുള്ള കഴിവാണ്, അമ്മ പറഞ്ഞു. ആ രാത്രി മിന്നാമിനുങ്ങുകൾ കാട് പ്രകാശിപ്പിച്ചപ്പോൾ തമ്പു പതിയെ ഉറങ്ങി. അവന്റെ സ്വപ്നങ്ങളിൽ അവൻ ചീറ്റകളോട് ഓട്ടമത്സരം നടത്തി. ശലഭങ്ങളോടൊപ്പം ഏറെ ദൂരം പറന്നു നടന്നു. കൂട്ടുകാർക്കൊപ്പം മാമ്പഴം പങ്കിട്ടു. അങ്ങനെ സ്വപ്നങ്ങളിലൂടെ പുതിയ സാഹസങ്ങൾക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ തമ്പു. അപ്പൊ കൂട്ടുകാരെ, ഇന്നത്തെ കഥ ഇഷ്ടമായോ? അടുത്തയാഴ്ച മറ്റൊരു കഥയുമായി വീണ്ടും കാണാം.